ഫ്രെഡിക്ക് അറിയാലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന്. അതായത് കുങ്കുമത്തളികയിൽ എന്റെ പാദങ്ങൾ മുക്കി എന്നെ പൊക്കിയെടുത്ത് ഫ്രെഡി ഈ കാറിന്റെ ബോണറ്റിൽ പതിപ്പിക്കണം. സത്യമാണ്, ഇപ്പൊ എല്ലാരും അത് റീൽ എടുത്തിട്ട് വൈറലാക്കിട്ട് ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മേഡം അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ എന്തിനു താമസിപ്പിക്കുന്നു സത്യശീലൻ? പൊക്കിയെടുത്ത് പതിപ്പിക്കൂ. പറയണ്ടേ പോക്കാൻ? സത്യശീല, നീ ഒരുമാതിരി അളിഞ്ഞ ശീലനാകരുത്. ഇത് അവളെ പൊക്കാറല്ല പറഞ്ഞ, തളിയെ പൊക്കിയെടുത്തിട്ട് വരാനാ പറഞ്ഞത്. ഞാനിപ്പോ പെട്ടുപോയ. പിന്നെ ഫ്രെഡി, ഇപ്പോ സത്യശീലൻ തളിക കൊണ്ടുവരും. ഞാനപ്പോ ഇങ്ങനെ എന്റെ പാദങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കുന്നു. ഫ്രെഡി എന്നെ പൊക്കിയെടുത്ത് ആ കാറിന്റെ ബോണറ്റിൽ പതിപ്പിക്കുന്നു. ഞാനൊരു സത്യം പറയട്ടെ, എന്ത് സുന്ദരമായ കാലാണ് നിന്നത്. ബ്യൂട്ടിഫുൾ കാൽ. ഫ്രെഡി, എന്റെ അമ്മയുടെ കാലുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഈ തലിക കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തലികയിലോട്ട് മേഡം കാല് വെക്കുന്നു, സാറ് പൊക്കിയെടുക്കുന്നു, ഈ ബോണറ്റെ കൊണ്ട് ചവിട്ടിക്കുന്നു. അപ്പോ റീൽ എടുക്കുമല്ലോ? ഞാൻ റീൽ എടുത്തോളാം, എന്റെ കുഴപ്പമില്ല. അപ്പൊ എടുക്കട്ടെ? പിടിച്ചോളൂ. സത്യശീല എടുത്തോളേ. സത്യശീല, ഇതൊന്നും താങ്ങ് സത്യശീല. സത്യശീല, വയ്യാത്ത പറ്റി കയ്യാലെ കയറേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആ ചവിട്ടിക്ക് കൊടുത്തു. എന്തോ സത്യശീല? സാറേ, ഇതിന്റെ ലെൻസ് പൊട്ടിയെന്നാ തോന്നുന്നു കേട്ടോ. ലെൻസ് പൊട്ടിയോ? ലെൻസ് പൊട്ടിയിട്ടില്ലല്ലോ സാറേ. ഇതാ ബോണറ്റ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ബോണറ്റ് പൊട്ടി. എന്ത് ചെയ്യും സത്യശീല? 1 മിനിറ്റ്. എന്തിനാ സാറേ 1 മിനിറ്റ്? ഈ പുലിനെ കൊണ്ട് കളയാൻ. സാറേ അബദ്ധമൊന്നും കാണിക്കരുത്. എന്തിന്? സാറിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നേരും. എന്തിന്? ഞാൻ കൊണ്ട് കളഞ്ഞായിരിക്കും. അമ്മാതിരി ചവിട്ടല്ലേ ചവിട്ടിയിരിക്കുന്നത്. ആരുടെ കാലാന്നാ പറഞ്ഞു? എന്റെ അമ്മയുടെ കാലുകൾ. നിന്റെ അമ്മയുടെ കാല്. സത്യശീല, ഈ ഒരു ചവിട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇവിടെ അച്ഛൻ്റെത് ജന്മനായുള്ള ചൈന മൂക്കല്ല, ഇവിടെ അമ്മ ചവിട്ടി ചളക്കിയതാണ്. 7 years ആയി നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇതുവരെ ഈ അമേരിക്കൻ ക്ലാരയോട് ഫ്രെഡി ഇങ്ങനെ ടോക്കിയിട്ടില്ല കേട്ടോ. നീ അമേരിക്കൻ ക്ലാരയല്ല, കേരളത്തിലെ ബ്ലാത്തി. എന്താ നീ എന്നാടി ഈ അമേരിക്കൻ ക്ലാരയായത്? എടി, എന്നാടി നീ അമേരിക്കൻ ക്ലാരയായത്? ഞാൻ കെട്ടിയ ശേഷമാണ് നീ അമേരിക്കൻ ക്ലാരയായത്. അതിനു മുമ്പ് നീ ബ്ലാത്താങ്കര ക്ലാര. പറഞ്ഞത് എങ്ങോട്ട് കയറി പോന്ന്? ആ വ്ളാത്താങ്കരം ചന്തയില് 10 രൂപയ്ക്ക് 10 ഷഡ്ഡി വിറ്റോണ്ടിരുന്ന നിക്കർ ബ്രാഞ്ചി അമേരിക്ക പോയി 10 പുത്തൻ ഉണ്ടാക്കിയപ്പോൾ ഷഡ്ഡി മാറ്റി ഫ്രെഡി ആക്കിട്ട് എന്റെ മെക്കിട്ട് തരാൻ വരുന്നു. നീ അമേരിക്ക പോയ കാര്യം കൂടുതലൊന്നും പറയല്ലേ? അമേരിക്ക ഞാൻ ഇവിടെ കൊണ്ടുവന്നു. എന്റെ റൂമിലേക്ക് കെട്ടിയപ്പോൾ ഇവിടെ ആ AC കണ്ടിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും പൊക്കത്തെ അലമാര വേണമെന്ന് വെച്ചാ ഞാൻ അങ്ങനെ എന്താ വേഡ്സ്? ഞാൻ ഇനിയും വേഡ്സും. നിന്നോട് വേഡ്സ് നിനക്ക് പരാതി വല്ലതും ഉണ്ടോ? എത്ര വെള്ളം മേടിച്ചിക്കോ? ഇവിടെ അച്ഛൻ എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ വീട്ടിലെ യൂറോപ്യൻ ക്ലോസ് കണ്ടിട്ട് അത് വലിയ കൂണാന്ന് പറഞ്ഞ് ആരും കാണാതെ കുത്തി കളക്കൊണ്ട് പോയതാണ് ഇവിടെ അച്ഛൻ. എന്നിട്ടെന്തുവാ, വെട്ടിയപ്പോ മുറിയാതായപ്പോ അമ്മയോട് പറയോ, ഇത് വിഷക്കൂണാണ്, നമുക്ക് തിന്നണ്ട. സത്യശീലൻ അറിയാമോ, ഇയാള് നിക്കറ വിറ്റ കാശ് കൊണ്ട് വലിയ കോടീശ്വരനാന്ന് പറഞ്ഞ് നാട്ടിൽ മൊത്തം പറഞ്ഞു നടന്നു. അവസാനം ഈഡി റെയ്ഡിന് വീട്ടിൽ വന്നപ്പോ ഇയാളുടെ അച്ഛൻ ഈഡിയുടെ കാറിന് ചുടുകട്ട എടുത്തെറിഞ്ഞു. എന്നിട്ടെന്തുവാ, അച്ഛനെ ഈഡി പിടിച്ചോണ്ട് പോയി. ആണോ സാറേ? അച്ഛനെ ഈഡി പിടിച്ചതല്ല, അച്ഛൻ പിടികൊടുത്തതാ. എന്തിന്? അകത്ത് കിടന്നുകൊണ്ട് ഈഡിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ. എന്നിട്ട് ഞാൻ അറിഞ്ഞത് അച്ഛനെ ഈഡി അടിച്ചിട്ട് അച്ഛൻ നാട് നീങ്ങിന്നാണല്ലോ. നിന്നോട് ആര് പറഞ്ഞു? എന്തോന്ന് കൂളാടോ? താൻ എന്തോ കൂൾ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്? ഈ 1 കോടി രൂപയ്ക്ക് ഈ പൊറ്റച്ചാട്ടിന് പൊട്ടുന്ന കാറാണോ താൻ ഉണ്ടാക്കി തരുന്നത്? ദേ ഫ്രെഡി, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ പുളുന്താന്റെ മോന്ത കണ്ടപ്പോഴേ ഇവന്റെ മോന്താണ് കുട്ടുള്ള കാറായിരിക്കും ഇവൻ ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഇനി എന്റെ അച്ഛനെ ഞാൻ എങ്ങനെ ഹിമാലയത്തിൽ കൊണ്ടുപോകും? ആളാക്കേറ്റി വലിച്ചോണ്ട് പോടി. നിങ്ങൾ കൂളാകാൻ നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? പിന്നെ എന്റെ പൊന്നു സാറേ, ഇത് ഒരു 10 ലക്ഷം രൂപയുടെ ബൊമ്പറല്ലേ ഇത്? ഇതിലുള്ള ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഇൻഷുർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു 10-25,000 രൂപയുടെ ചെലവ് സാറിന് വരത്തുള്ളൂ. ബാക്കി പൈസ അവർ കൊടുത്തോളൂ. നിങ്ങൾ കിടന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? മൈ ക്ലാര, മൈ മിസ്റ്റേക്ക്. സോറി സോറി സോറി. ഫ്രെഡി എന്നോട് ടോക്കണ്ട. ഞാൻ പിന്നെ ആരോട് ടോക്കും? മിസ്റ്റർ ജെന്റിൽമാൻ. നേരത്തെ അങ്ങനെ അല്ലല്ലോ വിളിച്ചേ, കുളുന്താണെന്നാണല്ലോ. അത് വണ്ടി പൊട്ടിയപ്പോ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജെന്റിൽമാൻ. ഓക്കെ. നിങ്ങൾക്കറിയാമോ, ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. ഇയാൾ വന്നപ്പോ തൊട്ട് പറയുന്നത് ഞാൻ വേദനിക്കുന്ന കോടീശ്വര. എന്തിനാ ഇതിങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നത്? എടാ, ഈ പുല്ലിന് എന്തോ മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞു ഇവൾ എന്നെ എന്നും അങ്ങ് അടിച്ചങ്ങ് ദ്രോഹിക്കൂടാ. ആണോ മാഡം? ചുമ്മാ ആഴ്ചയിൽ 7 ദിവസം മാത്രം. No, it is a wonderful bonus in the book of devotion. ഇപ്പൊ ഇത് പറഞ്ഞത്? ഞാൻ അമേരിക്കക്കാരനല്ലേ, ഇംഗ്ലീഷിൽ ക്ലൈമാക്സ് അടിച്ചതാ. ഫ്രെഡി, സോ ഫണ്ണി.
സിനിമയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? സനീഷ് ചേട്ടന്റെ കോസ്റ്റ്യൂം. സത്യം. ഏറ്റവും വലിയ കോമഡി എന്നറിയാമോ? കൈ കൊടുക്കാൻ നിന്നിട്ട് വാക്വം ക്ലീൻ ആണ്. കോട്ട് വിഴുങ്ങിയ മനുഷ്യൻ. അത് ആദ്യമായിട്ടാണ് കോട്ട് വിഴുങ്ങി ഒരുത്തനെ കാണുന്നത്. ഇവൻ ചേച്ചിയുടെ കോസ്റ്റ്യൂം ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമ്മള്. ഇല്ല. അതുപോലെ തന്നെ വഴിപ്പടി ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഒരു ഫയലെ കൊണ്ടുവന്ന് സൈൻ ചെയ്യുന്നത് കണ്ട IAS ഓഫീസർ കണക്ക്. രണ്ടുപേരുടെ എൻട്രി നന്നായിരുന്നു. അതെ അല്ലേ? ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിരുന്നു. ആക്ച്വലി നിങ്ങൾ ചെയ്ത സാധനം ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സംഭവമാണല്ലോ ഈ മറ്റേ പട്ടിക്കുഞ്ഞുങ്ങളുടെ ഒക്കെ ആരാണോ നമുക്ക് സ്പെഷ്യൽ അവരുടെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ നല്ലൊരു ആശയം. എനിക്കൊന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോന്ന് തന്നെ എനിക്ക്. അല്ല, ഇതിപ്പോ കൊണ്ട് ഇവിടെ നാട്ടിൽ ഈ കാലുകൊണ്ട് ചോട്ടിക്കുന്നത്. എനിക്ക് കാറ് വാങ്ങിച്ച സമയത്ത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ അന്നൊരു അടുത്ത് ഞാൻ ആരും അറിയണ്ട, നീ നിന്റെ ഇഷ്ടത്തിനാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യിക്ക. അവന് നടുവേനായിരുന്നു, ചെയ്യാൻ പറ്റി. അത് ആക്ച്വലി ചെയ്യുന്നതിന്റെ പിന്നിൽ ഇത് അത് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ എന്ന് വെച്ചാൽ ലക്ഷ്മി എന്നാണ്. അങ്ങനെയല്ലേ ചേച്ചി? അങ്ങനെയാണ്. ഞാനാണല്ലോ ലക്ഷ്മി. നിന്റെ വീട്ടിലെന്ന് പറയണ്ട, സാധാരണ വീടുകളില്. അങ്ങനെ വീടിന്റെ ലക്ഷ്മി, വീടിന്റെ മഹാലക്ഷ്മി. മറക്കണോടോ ഇപ്പൊ അവര് പറയുക രാവിലെ മറക്കണോടോ, ഇതെല്ലാം മറക്കണം. നിനക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യായിരുന്നു. നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ അറിയാ അഷ്റഫ് ഗുരുക്കള്. അഷ്റഫ് ഗുരുക്കളെ പറഞ്ഞ റോപ്പ് ഉണ്ടാകുന്ന മറ്റേ ഹൂക്കി കെട്ടിട്ട് മാഫി ശശിമാസം വിളിച്ചാ പോരായിരുന്ന. ഇവിടെ എല്ലാം നടുവയ്യാത്തവനും കാലുമേലാത്തവനും മുട്ടുവേദനയുള്ളവനുമാണ്. എനിക്ക് വയ്യ ഇനി ഒരു ഹോസ്പിറ്റൽ കേസ് കൂടെ. ഒരു കാര്യം ചവിട്ടിയുടെ കഥ ഇപ്പോഴേ തീർന്നിട്ടില്ല. ചേട്ടാ അത് ചെയ്യിപ്പിച്ചപ്പോഴേ എനിക്ക് അസൂയ തോന്നി. ആ പൗരുഷം എന്നെ കോൾമറെ കൊള്ളിച്ചു. കോളർ ബോണ്ടിലോ ആര് എവിടെ ഡയലോഗ ഡൂടെന്നല്ല പ്രതിമോനായിരുന്നു തിരിക്കും. എല്ലാരും ചിരിച്ചു. അതാണ് അല്ലല്ല അല്ല അങ്ങനെ ശരിയാക്കിട്ട് പോ മക്കളെ. പറ കോൾമയർ കൊള്ളിച്ചു. 1 2 3 സ്റ്റാർട്ട്. പറ. ചേട്ടന്റെ പൗരുഷം കണ്ടപ്പോ എനിക്ക് കോൾമയർ കൊള്ളിച്ചു. എനിക്കറിയില്ല. ഓൾമയറല്ല എവിടെ നിന്നും കൊള്ളും. ഇങ്ങനെ പോകണം. നീ വെറുതെ പറഞ്ഞോണ്ട് ഇടന്നാ മതി. കൊള്ളോളൂ. ഓ ഞാൻ എന്താ കേക്കണോ? കോളിംഗ് ബെല്ല്. എവിടെ നോക്കിയാ കൊക്കക്കോള കറക്റ്റ് വാക്ക് ഇപ്പൊ എലി പറയും. ആ വാക്ക് പറഞ്ഞു. കോളർ ബോൺ. വളരെ ബോളാ. അല്ലല്ല കറക്റ്റ് ആണ് പറഞ്ഞത്. കോളർ ബോൺ. ബംസ് എന്നാണ്. കോൾമയർ കൊള്ളിച്ചു. കോൾമയിർ. അതെ കോൾമയിർ. മക്കളെ ഇത് മലയാളമാണോ? ഒരാവശ്യമില്ലാത്തടുത്ത് മലയാളം പറയാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ഏറ്റ കോമഡി കേട്ടാ. എവിടെ ചോദിക്കണേ പ്രണവ് എന്ത് തലയിൽ തൊപ്പിയിട്ടേക്കണ പുള്ളി പരിയാണത്. ചെവിയില് കാറ്റുള്ള ഗ്യാസിക്കാത്തിരിക്കുന്നുണ്ട്. പുള്ളി ഹിമാലയത്തിൽ പനി പിടിച്ച് അതിന്റെ എന്തായാലും തിരിച്ച് സ്കിറ്റിലേക്ക് വരാം. ബാറ്ററി ചാർജ് നോക്കണ്ടേ? നോക്കാം. ബയോ ₹15,000 ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. ക്രെഡിറ്റ് ആയി. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ അടുത്ത തവണ കുറച്ചുകൂടി ഉഷാറാക്കുക, കുറച്ചുകൂടി ബാറ്ററി ചാർജ് കയറട്ടെ.